യിൽ ശത്രുക്കളെ ജയിക്കുന്നവളും വീരനായികയും ധർമ്മിഷ്ഠയും കൂടി ആയിരുന്നു. യാത്ര പോകുന്നതിൽ തത്പരയായ മീനാക്ഷി വിവാഹപ്രായമായപ്പോൾ കൈലാസത്തിൽ വെച്ച് മഹാദേവനെ കാണാൻ ഇടവന്നു. നിമിഷം ഭഗവതിയുടെ മൂന്നാം സ്തനം അപ്രത്യക്ഷമാകുകയുണ്ടായി. താൻ ശിവന്റെ പത്നിയാകേണ്ടവളാണെന്നും ശ്രീ പാർവതിയുടെ അവതാരമായ മീനാക്ഷിയാണെന്നും ഭഗവതി തിരിച്ചറിഞ്ഞു. അങ്ങനെ മഹാദേവനോട് വിവാഹകാര്യം ദേവി പറഞ്ഞു. അതിന് മഹാദേവൻ സമ്മതിക്കുകയും കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുവാനും ദേവൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം എന്നും പറഞ്ഞു. അങ്ങനെ മഹാദേവൻ സുന്ദരേശ്വര എന്ന വേഷത്തിൽ എത്തുകയും മീനാക്ഷിയുടെ പട്ടാഭിഷേകവും തുടർന്ന് മീനാക്ഷി സുന്ദരേശ്വര വിവാഹവും രാജാവ് നിശ്ചയിച്ചു. ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മധുരയിൽ നടന്ന മീനാക്ഷി സുന്ദരേശ്വര വിവാഹം. ഭഗവാൻ മഹാവിഷ്ണു ദേവിയുടെ സഹോദര സ്ഥാനത്തു നിന്നുകൊണ്ട് നടത്തിയ ഈ വിവാഹത്തിൽ സർവ്വചരാചരങ്ങളും ദേവീദേവന്മാരും ഋഷീന്ദ്രന്മാരും പങ്കെടുത്തു. വിവാഹശേഷം രാജ്ഞിയായി അവരോധിക്കപ്പെട്ട മീനാക്ഷിയും സുന്ദരേശ്വരനും വർഷങ്ങളോളം മധുരൈ രാജ്യം ഭരിച്ചെന്നും ഒടുവിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ മധുരക്ഷേത്രത്തിൽ കുടിക്കൊള്ളുന്നുവെന്നുമാണ് ഐതിഹ്യം.